പ്രശാന്ത് ഏട്ടാ, യു പിയിലെ കുന്ദർഖി മണ്ഡലത്തിൽ ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJPയുടെ രാംവീർ സിംഗ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. ഏകദേശം 1,45,000 പരം വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത്. അതിന് പത്തരമാറ്റ് തിളക്കം കൂടിയുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് കാരണമെന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ കാരണം പ്രശാന്ത് ഏട്ടാ തന്നെ പറ. വളരെ വിചിത്രമാണ്. ഒരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണത്. അവിടെയാണ് BJPയുടെ ഈ രാംവീർ സിംഗ് എന്ന സ്ഥാനാർത്ഥി കൃത്യമായിട്ട് പറഞ്ഞാൽ 1,44,791 വോട്ടുകൾക്ക് വിജയിച്ചത്. ഒരു മുസ്ലിം മണ്ഡലത്തിൽ, ഒരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിൽ പാവപ്പെട്ട മുസ്ലിങ്ങൾ കഴിയുന്ന തെരുവ് കച്ചവടക്കാർ വളരെയധികം ഉള്ള ഒരു മണ്ഡലമാണ്. അതായത് സാധാരണക്കാരായിട്ടുള്ള, അതെ, വളരെ സാധാരണക്കാരെ. അവരുടെ ഉപജീവന മാർഗം കൂടുതലും ഈ തെരുവിൽ ഓരോ സാധനങ്ങൾ കൊണ്ട് നടന്ന് വിൽക്കുന്ന വളരെ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങൾ ധാരാളം തിങ്ങിപ്പാർക്കുന്ന ഒരു മണ്ഡലമാണത്. ഏതാണ്ട് അവിടെ പോൾ ചെയ്യപ്പെട്ടത് 1,70,75,000 വോട്ടുകളാണ്. അതിലാണ് ഈ 1,44,791 എന്ന ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷം നൽകി മുസ്ലിങ്ങൾ BJPയെ വിജയിപ്പിച്ചത്. ആലോചിക്കണം, മുസ്ലിങ്ങൾ ഹിന്ദുത്വ പാർട്ടിയായ BJPയുടെ ഹിന്ദുവായ ഒരു സ്ഥാനാർത്ഥിയാണ് വിജയിപ്പിച്ചത്. തൊട്ടടുത്ത SP സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥി മുഹമ്മദ് റിസ്വാന് കിട്ടിയ വോട്ട് എത്രയാണെന്ന്, ഒരു മുസ്ലിം സ്ഥാനാർത്ഥി കൂടിയാണ് അദ്ദേഹം, മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആളാണ്. അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് എത്രയാണെന്ന് അറിയണ്ടേ? 25,000 താഴെ വോട്ട് മൊത്തത്തിലെടുക്കുമ്പോൾ 25,000 താഴെ. ഇത് ചരിത്രത്തിലില്ലാതെ. വേറെയും അവിടെ ഒരുപാട് സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്നു. അതൊരു SP മണ്ഡലമായിരുന്നു തോന്നുന്നു അല്ലേ? അതെ, മുമ്പ് BJP അവിടെ ജയിച്ചിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും അത് ഇവിടെ വിഷയമല്ല. ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, UP യിലെ ജനങ്ങൾക്ക് ജാതിമത ഭേദമന്യേ ബോധമുണ്ടായിരിക്കുന്നു. രാജ്യത്തിന് നല്ലത് BJPയും നരേന്ദ്രമോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥും ഒക്കെയാണ്. അവർ ഈ രാജ്യത്തെ ജനങ്ങളെല്ലാം ഒരുപോലെ കാണുന്നു. ജാതി മത വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും നീതി നൽകുന്നു, എല്ലാവരോടും ന്യായം ചെയ്യുന്നു എന്ന് ജനം തിരിച്ചറിഞ്ഞതാണ് അവിടെ BJPയെ വിജയിപ്പിച്ചത്. ഒറ്റ വാക്കിൽ പറയാം, BJP അവിടെ വിജയിപ്പിച്ചത് വഖഫ് നിയമ ഭേദഗതിയാണ്. വഖഫാണ്. അതെ, വഖഫാണ് അവിടെ BJPയുടെ ഈ മിന്നുന്ന ജയത്തിന്, ഇത്രയും തിളക്കമാർന്ന ജയത്തിന് കാരണം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ വഖഫ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ മുസ്ലിങ്ങളെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ ബാധിക്കുന്ന ദോഷകരമായൊരു നിയമം BJP ഭേദഗതി ചെയ്യുന്നു, അവർക്കും കൂടി ഗുണമുണ്ടാകുന്ന വിധത്തിൽ ആ നിയമത്തെ മാറ്റി എഴുതുന്നു എന്നുള്ളതാണ് അവിടെ BJPക്ക് കിട്ടിയ മെറിറ്റ്. അവിടെ BJPയെ മുസ്ലിങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് ഹൃദയത്തിൽ ഏറ്റിയത് അവർക്ക് കൂടി ഗുണം ചെയ്യുന്ന ഒരു നിയമ ഭേദഗതി BJP കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. BJP അവിടെ മുന്നോട്ട് വെച്ചത്, പ്രചാരണത്തിൽ എമ്പാടും മുന്നോട്ട് വെച്ചത് ഈ ഒരു സാധനം മാത്രമാണ്. അവിടുത്തെ വീഡിയോകളൊക്കെ ഇപ്പോൾ വൈറലാണ്, സോഷ്യൽ മീഡിയയിൽ, ഇൻസ്റ്റയിലും ഒക്കെ വളരെ വൈറലാണ്. മുസ്ലിം പണ്ഡിതന്മാർ തന്നെ വന്ന് പറയുന്നു, പാവപ്പെട്ട ആൾക്കാർ പറയുന്നു, ഞങ്ങൾ BJPക്കാണ് വോട്ട് ചെയ്തത്. അതിൻ്റെ തെളിവല്ലേ ഇത്രയും വോട്ട് കിട്ടി BJP ജയിച്ചിരിക്കുന്നത്? ഇത് വല്ല എന്തെങ്കിലും വോട്ടിംഗ് മെഷീനിൽ വല്ല തിരിമറി നടത്തിയതാണോ? ജനം ഒന്നടങ്കം, ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് മുസ്ലിങ്ങൾ ഒന്നടങ്കം പറയുന്നു ഞങ്ങൾ BJPക്കാണ് വോട്ട് ചെയ്തത്. കുറ്റം പറയാൻ പറ്റില്ല. കാരണം അതെ, കാരണം എന്തെന്നും കൂടി പറയാം. ഈ വഖഫ് നിയമം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്, ദോഷകരമായി ബാധിക്കുന്നത് മുസ്ലിങ്ങളെയാണ്. അതവർ തിരിച്ചറിഞ്ഞു. മതനേതൃത്വമല്ല, സാധാരണക്കാരായ മനുഷ്യർ അത് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ BJPയെ സ്വീകരിച്ചു എന്നല്ലേ ഇത് മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്ന്. ഇവിടെ കേരളത്തിൽ രണ്ട് മുന്നണികളും ചേർന്ന് 140 MLA ചേർന്ന് ഒറ്റ കെട്ടായിട്ട് പ്രമേയം പാസ്സാക്കി കേരള നിയമസഭയിൽ. കടലാസിൻ്റെ വില പോലും ഇല്ലാത്തൊരു പ്രമേയമാണ്, എന്നാലും അത് പാസ്സാക്കി. എന്താ? വഖഫ് നിയമ ഭേദഗതി പിൻവലിക്കണം. അത് മുസ്ലിങ്ങൾക്കെതിരാണോ? നിങ്ങൾക്ക് കുന്ദർക്കി എന്താ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? മുസ്ലിങ്ങൾക്ക് കൂടി ബാധിക്കുന്ന, അവരെ ഏറ്റവും കൂടുതൽ, ഒരു മുസ്ലിം മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി ഇത്രമേൽ ഭൂരിപക്ഷത്തിന് ജയിക്കണമെങ്കിൽ അവരെ എത്രമാത്രം അത് ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാവുന്നതേ. എത്രമാത്രം അപകടം അവർക്കത് വരുത്തി വെക്കുന്നു എന്ന് അവർ തിരിച്ചറിഞ്ഞു. ഇത് ഈ കേരളത്തിലെ 140 MLA രണ്ട് മുന്നണികളും, ഈ ഇത്രയും രണ്ട് മുന്നണികളിലും പെടുന്ന പാർട്ടികളും അത് തിരിച്ചറിഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? ഇതാണ് ഈ UP യിലെ കുന്ദർക്കിയിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം വെളിപ്പെടുത്തുന്നത്. അതാണ്. അല്ല, അതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടാവില്ലേ പ്രശാന്ത് ഏട്ടാ? കാരണം കേരളത്തിലെ വഖഫ് ബോർഡ്, ഒന്ന് ഇടതുപക്ഷമാണ് ഇവിടെ ഭരിക്കുന്നത് സർക്കാർ, രണ്ട് ഈ വഖഫ് ബോർഡിൽ നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗാണ്. വഖഫ് ബോർഡിലുള്ളത് മുസ്ലിം ലീഗിൻ്റെ ആളുകളാണ്. അപ്പോൾ
ഇവരുടെ വേണ്ടപ്പെട്ട ആളുകൾക്കും പ്രധാനപ്പെട്ട ആളുകളുടെ ഒന്നും സ്വത്ത് പോകില്ല എന്നൊരു വിശ്വാസത്തിന്റെ പുറത്തായിക്കൂടെ? കേരളത്തിലെ കഥ അറിയണോ? 40,000-ത്തിലധികം മുസ്ലിങ്ങൾ കേസുമായിട്ട് നിൽക്കുക വഖഫിനെതിരെ. ആണോ? 40,000 കേസുകൾ കേരളത്തിൽ മാത്രമുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. പാവപ്പെട്ട മുസ്ലിംസിന്റെ അടുത്ത് മുസ്ലിങ്ങളുടെ അഹമ്മദ് മാഷ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇതിന് ഇരയാകുന്നത് മുസ്ലിങ്ങളാണ്. അവരുടെ ഭൂമിയാണ് നഷ്ടപ്പെടുന്നത് പലപ്പോഴും. അവർക്കാണ് ഏറ്റവും കൂടുതൽ ഇത് ദോഷകരമായിട്ട് ബാധിച്ചിരിക്കുന്നത്. അതാണിപ്പോൾ നിയമം കൊണ്ടുവന്ന് പൊളിച്ചെഴുതാൻ, അതായത് ബ്രിട്ടീഷുകാരൻ്റെ വഖഫ് അല്ല സ്വതന്ത്ര ഇന്ത്യയുടെ വഖഫ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞതിനെ അവർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിരിക്കുന്നു. ഈ തിരഞ്ഞെടുപ്പ് ഫലം എന്ത് മാജിക്കാണ് വേറെ ചെയ്തത്? എന്തായാലും വോട്ടിംഗ് മെഷീനിൽ ഇത്രയൊന്നും ഇത് അങ്ങനെ വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് നടത്തിയതാണെന്ന് ഇവരുടെ വാദം മുന്നോട്ട് വന്നാൽ പോലും ഈ ജനങ്ങൾ ഒന്നടങ്കം പറയല്ലേ ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്തതാണെന്ന്. അതിൻ്റെ വീഡിയോ വളരെ വൈറലായിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടു കഴിഞ്ഞു. അത് അവിടുത്തെ ജനങ്ങൾ പറയുകയാണ് ഞങ്ങൾ BJPക്ക് ഒപ്പമാണ്. മുസ്ലിംസ് തന്നെ പറയുകയാണ്, മുസ്ലിങ്ങൾ തന്നെ പറയുകയാണ് ഞങ്ങൾ BJPക്ക് ഒപ്പമാണ്. അല്ലെങ്കിലും UPയിലെ മുസ്ലിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യുന്നതിന് അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. യോഗി ഭരണത്തിന് അല്ല, അവിടെ വർഗീയമായി ചിന്തിച്ചുകൊണ്ടല്ല വോട്ട് ചെയ്യുന്നത്, രാഷ്ട്രീയമായി ചിന്തിച്ചുകൊണ്ടാണ് വോട്ട് ചെയ്യുന്നത്. അത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ നമുക്ക് മനസ്സിലായ കാര്യമാണ്. ഈ പറയുന്ന പോലെ UPയിൽ മുസ്ലിങ്ങൾക്ക് യോഗിയുടെ ഭരണത്തിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യും എന്ന് ആര് പറഞ്ഞു? അല്ല, ഇവിടെ നടക്കുന്ന പ്രചാരണം ഇവിടെ നടക്കുന്നു. ഇവിടെ പലതും പ്രചാരണം നടക്കും. പണ്ട് അമേരിക്കക്കാരൻ ചന്ദ്രനിൽ പോയപ്പം അത് വ്യാജമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച നാടാണ് കേരളം. അതിനെതിരെ അത് പോട്ടെ, അമേരിക്കക്കാർ ചന്ദ്രനിൽ പോയോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ഞാൻ പറയുന്നത് ഇങ്ങനത്തെ 100 വ്യാജ പ്രചാരണങ്ങൾ കൊണ്ട് വോട്ട് നേടി, പിന്നെ എന്താ പറയുക, വോട്ട് ബാങ്കുകളെ തൃപ്തിപ്പെടുത്തി അവരുടെ വോട്ട് വാങ്ങിച്ച് ഭരിക്കുക, മുടിപ്പിക്കുക, കൊള്ളയടിക്കുക എന്നുള്ളതല്ലാതെ കേരളത്തിൽ വേറെ ഒന്നും നടക്കുന്നില്ല. നിങ്ങൾ UPയിൽ നോക്കൂ, അവിടെ വലിയ മാറ്റമുണ്ട്. ജനങ്ങൾക്ക് അന്തസ്സായിട്ട് തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റുന്നുണ്ട്, സമാധാനമുണ്ട്. ഗുണ്ടാരാജ് അവസാനിച്ചിരിക്കുന്നു. അവിടെ SP-യുടെയും മറ്റും ഭരണകാലത്ത് അവിടെ അരങ്ങേറിയിരുന്ന ഗുണ്ടാരാജ് ഇന്നില്ല. ജനങ്ങൾക്ക് സ്വസ്ഥതയുണ്ട്, സമാധാനമായിട്ട് ജീവിക്കാം. ഇപ്പോഴും അവിടെ പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ വലിയ മാറ്റമാണ് UPയിൽ ഉണ്ടായിരിക്കുന്നത്. വലിയ വലിയ റോഡുകൾ വരുന്നു, പുതിയ റെയിൽപാതകൾ വരുന്നു, അടിസ്ഥാന സൗകര്യ വികസനം വളരെയധികം മുന്നോട്ട് പോയി. UPയിലാണിന്നിപ്പം പിന്നെ മുംബൈയെ കവച്ചു വയ്ക്കുന്ന, നമ്മുടെ ബോളിവുഡിനെ കവച്ചു വയ്ക്കുന്ന ഒരു എന്താ പറയണ്ടേ, സിനിമ ഇതുണ്ടാകുകയാണ്. അവിടെ ഫിലിം സിറ്റി വരികയാണ് UPയിൽ. വലിയ തോതിൽ വികസനം. രാമോജി റാവുവിനെയും മുംബൈ ബോളിവുഡിനെയും ഒക്കെ കവച്ചു വയ്ക്കുന്ന സൗകര്യങ്ങളാണ് UPയിൽ വരുന്നത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ നമ്മുടെ വിഷയം കുന്തർക്കിയാണ്. കുന്തർക്കി നൽകുന്ന പാഠം, നിങ്ങൾ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചോ കോൺഗ്രസ്സെ, SP, മറ്റ് പ്രതിപക്ഷങ്ങൾക്കെല്ലാം കൊടുക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾക്കും ഈ മുസ്ലിം മതമൗലികവാദ സംഘടനകൾക്കും അവരുടെ പിന്തുണ ഉള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും കൊടുക്കുന്ന സന്ദേശം, ഇനിയും ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല, ഞങ്ങളിനി നിങ്ങളുടെ ഈ ചതിക്കുഴിയിൽ വീഴില്ല എന്നാണ്. ഞങ്ങളെ സഹായിക്കുന്ന, ഞങ്ങളെ സംരക്ഷിക്കുന്ന, ഞങ്ങളോട് നീതിയും ന്യായവും പുലർത്തുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ അവരെ ഞങ്ങൾ അവർക്ക് വോട്ട് ചെയ്യും. ഒരു വലിയ ഷിഫ്റ്റാണത്. നമ്മളത് ചെറുതായിട്ട് കാണാൻ പാടില്ല. ഈ മുസ്ലിങ്ങളെ ബാധിക്കുന്ന മുസ്ലിം സമൂഹത്തിന് തന്നെ ഇപ്പോൾ പ്രശാന്ത് ഏട്ടൻ പറഞ്ഞതനുസരിച്ച് 40,000-ഓളം പരാതികൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഇത്തരം ആളുകൾ കൂടെ വഖഫുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോടൊപ്പം നിൽക്കേണ്ട പാർട്ടി എന്ന് പറയുന്നത് ഈ പറയുന്ന മുസ്ലിം ലീഗും INL-ഉം SDPI ഒക്കെ ഈ മുസ്ലിങ്ങൾക്കൊപ്പം നിൽക്കേണ്ടവരല്ലേ? അവരെന്തുകൊണ്ട് ഇതിപ്പോൾ നിൽക്കുന്നില്ല? അത് നല്ല ചോദ്യമാണ്. അത് ഇതുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതല്ല. അവിടെ എല്ലാം ഇതൊരു എന്താ പറയുക, മത നേതൃത്വത്തിൻ്റെ ഒന്നാമത്തെ കാര്യം, താഴെ തട്ടിലേക്ക് ഈ വിവരങ്ങൾ എത്തുമ്പം വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടാണ്. നമുക്ക് പൗരത്വ നിയമ ഭേദഗതിയെ കുറിച്ച് അല്ലേ, ഇന്ത്യയിലെ എല്ലാ മുസ്ലിങ്ങളെയും പുറത്താക്കും, നിങ്ങളെല്ലാവരും പൗരത്വമായിട്ട് നാളെ ക്യൂ നിൽക്കണം കളക്ട്രേറ്റിന് മുന്നിൽ എന്ന് പറഞ്ഞ് എന്തൊക്കെ പിന്നെ കോലാഹലങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയത്. സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഇതിനോട് ബന്ധപ്പെട്ട് ഒരു മയ്യത്ത് നമസ്കാരം പോലും നടന്നു അല്ലേ. മതത്തെ എന്ത് വൃത്തികെട്ട രീതിയിൽ ഉപയോഗിച്ചു അല്ലേ.
പക്ഷേ ഇപ്പോൾ അന്ന് വെല്ലുവിളിച്ച് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ശ്രീജിത്ത് പണിക്കരും സുരേഷ് ഗോപിയൊക്കെ അന്ന് നടത്തിയൊരു വെല്ലുവിളി, ഇതുകൊണ്ട് ഒരു ഇന്ത്യൻ പൗരനായ ഒരു മുസൽമാനെങ്കിലും ഈ രാജ്യത്തിന് പുറത്തേക്ക് പോകേണ്ടി വരുമോ? ഒന്ന് തെളിയിക്കാമോ? ഒരു മനുഷ്യർക്കും അത് തെളിയിക്കാൻ സാധിക്കില്ല. ഇനി അന്ന് ഇവരുയർത്തിയ വെല്ലുവിളിക്ക് ആരും മറുപടി പറഞ്ഞില്ല. പകരം എന്താണ്? വ്യാജ പ്രചാരണം അഴിച്ചുവിടുകയായിരുന്നു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, അവരെ തെരുവിലിറക്കാൻ, അവരെ എന്താ പറയുക, വ്യവസ്ഥയ്ക്കെതിരെ, ഭരണകൂടത്തിനെതിരെ, നമ്മുടെ സംവിധാനങ്ങൾക്കെതിരെ ഒക്കെ അവരെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. വോട്ട് കിട്ടാൻ വേണ്ടി. അതെല്ലാം വോട്ടിന് വേണ്ടിയിട്ടാണ്. പക്ഷെ എന്ത് പറ്റി? പിന്നെ ഈ നിയമം കൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയല്ലോ ഇരട്ടച്ചങ്കൻ. എന്തായി? മുഖ്യമന്ത്രി പറഞ്ഞിട്ട് എന്തായി? രാജ്യത്താകമാനം വല്ല ചുക്കും നടന്നോ? ഇവരെ കൊണ്ട് വല്ലതും പറ്റുമോ? ഈ നിയമം ഒരു കാരണവശാലും ഒരു ഇന്ത്യൻ പൗരനെയും ബാധിക്കുന്നതല്ല. ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞ ആ സ്റ്റാൻഡ് തന്നെ വിജയിച്ചു എന്നല്ലേ? അതെ അല്ലേ? അതെ. സുപ്രീം കോടതി പോയല്ലോ. എന്തായി ഫലം? അപ്പോൾ അതുപോലെ യു പിയിലെ, പക്ഷേ ഒരു കാര്യമുണ്ട്, പ്രബുദ്ധ മലയാളിയെ പറ്റിക്കാം. പക്ഷേ യു പിയിലെ കുന്ദർക്കിയിലെ പാവപ്പെട്ട മുസ്ലിങ്ങളെ, വലിയ വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്ത അന്നന്നത്തെ അന്നത്തിന് പണിയെടുത്ത് ജീവിക്കുന്നവരെ പറ്റിക്കാൻ പറ്റില്ല. അവർക്ക് കുറച്ചുകൂടെ ബുദ്ധിയുണ്ട് എന്നാണ് ഈ കുന്ദർക്കി ഫലം വെളിപ്പെടുത്തുന്നത്.